നിന്റെ സംസാരവും നീ യേശുവിന്റെ ശിഷ്യനാണെന്ന് തെളിയിക്കുന്നു. ശുശ്രൂഷയും ജീവിതവും രണ്ടായിട്ട് കൊണ്ടുപോകുന്ന വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ ഇടറി വീഴും. ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന, ജീവിതവും ശുശ്രൂഷയും ഒന്നായിരിക്കുന്ന ഒരു തലമുറ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അതിശക്തമായി ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളും അത് അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ചില ബാഗേജുകൾ, യെസ്, ഞാനിത് പറയുമ്പോൾ പാരമ്പര്യമായി അപ്പൻ്റെ അപ്പൻ അങ്ങനെ ട്രാൻസ്ഫറായി വന്ന ചില അകൃത്യങ്ങളുടെ കണക്ക് പുസ്തകങ്ങൾ അടങ്ങിയ ഒരു ബാഗ് നിങ്ങളുടെ തോളിൽ നിന്ന് താഴെ വീഴുകയാണ്. അത് വേഗതയെ കുറയ്ക്കുന്നതാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടണം. ആമേൻ. ഹല്ലേലൂയ. ആത്മാവ് വേറൊരു വഴിയിലൂടെ ഇന്ന് നയിക്കുകയാണ്. ഞാൻ ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കിന്ന് വിടുതലായി മാറുകയാണ്. ഇവിടെ പറയുന്നത് വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഒരു ഓട്ടം. പലപ്പോഴും നമുക്ക് വിടാൻ കഴിയാറില്ല. എത്രത്തോളം ആഗ്രഹമുണ്ടെങ്കിലും, ഒത്തിരി ആഗ്രഹമുണ്ട് ഇത് വിട്ടുമാറണമെന്ന്, വിടണമെന്ന്. എന്നാലും വിട്ട് കളയാൻ കഴിയാതെ കടിച്ചു തൂങ്ങി നിൽക്കുന്നൊരു മേഖല. ഹല്ലേലൂയ. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം, sin that clings, ഇങ്ങനെ തൂങ്ങി 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 നടക്കുന്ന അങ്ങനെയുള്ള ചിലത്, അതൊക്കെ നമ്മൾ എത്ര കുടഞ്ഞാലും, എത്ര വിടണമെന്ന് ആഗ്രഹിച്ചാലും, എത്ര തീരുമാനങ്ങൾ എടുത്താലും നമ്മെ മുറുകെ പറ്റിയിരിക്കുന്നത് ഇങ്ങനെ ഒരു പാമ്പ് വരിഞ്ഞ് ചുറ്റിയിരിക്കുന്നത് പോലെ ചുറ്റിയിരിക്കുന്ന ചില പാപത്തിൻ്റെ സ്വഭാവങ്ങൾ. നമുക്കത് ചെയ്യണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ രഹസ്യത്തിൽ നാം ചെയ്തു പോകുന്നതും ചിന്തിച്ചു പോകുന്നതുമായ ചില പാപത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മളുടെ ആളത്വത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇന്നത്തെ വചന കേൾവിയിൽ നിങ്ങൾക്കത് വിടുതലായി മാറുകയാണ്. ചില പാരമ്പര്യ ശാപ, രോഗ, പാപ 3 കാര്യങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവ് ഡീൽ ചെയ്യും. ശാപങ്ങൾ, രോഗങ്ങൾ, പാപങ്ങൾ, അതെല്ലാം ക്രൂശിൽ യേശു എടുത്തതാണ്. എന്നാൽ ഇല്ലീഗലായിട്ട്, ഒരു ലീഗൽ റൈറ്റുമില്ലാതെ നമ്മുടെ തോളിൽ ചിലത് കിടക്കുകയാണ്. കാരണം പരിഹരിക്കപ്പെടാതെ വന്നതാ അതൊക്കെ. ആമേൻ. പരിഹരിക്കപ്പെടാത്ത ചില പാപങ്ങൾ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർക്ക് വേണ്ടി നാം ഇന്ന് കർത്താവിനോട് നിരപ്പാകുകയാണ്. ചില പിശാചിൻ്റെ ഹോൾഡുകളെല്ലാം നമ്മെ വിട്ടുമാറി നാം സ്വതന്ത്രരാകുകയാണ്. ഹല്ലേലൂയ. നാം സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ്. ചില ചങ്ങലകളെല്ലാം ഇന്ന് പൊട്ടും. യെസ്. ചില ബാഗുകൾ അഴിഞ്ഞു താഴെ വീഴുന്നു. അത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എടുത്തു മാറ്റുക, തോളിൽ നിന്ന് മാറ്റുകയാണ്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. യെസ്. ഒരു ബാഗ്, അതിനകത്തിരിക്കുന്ന അകൃത്യ പുസ്തകമാണ്, അകൃത്യങ്ങളുടെ ഒരു കണക്ക് പുസ്തകമാണ്. അത് ക്രൂശിൽ അടിയറവ് വച്ചതാണ്. പക്ഷേ നാം അറിയാതെ നമ്മുടെ തോളിൽ അത് കിടക്കുകയാണ്. അതിനെ ഇന്ന് പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി. കാരണം അത് ക്രൂശിലേക്ക് ട്രാൻസ്ഫർ ആകാൻ പോവുകയാണ്. നാം ഇന്നത് കർത്താവിനോട് പറയുമ്പോൾ, കർത്താവേ ഇങ്ങനെയുള്ളതെല്ലാം എന്നിൽ നിന്ന് മാറ്റണമെന്നൊന്ന് പറഞ്ഞാൽ ഇന്നത് ആത്മാവ് അങ്ങനെ ചെയ്യുകയാണ്. കാരണം ഇന്ന് അതിൻ്റെ ദിവസമാണ്. ഹല്ലേലൂയ. സ്ഥിരതയോടെ ഒരു ഓട്ടം ഓടണം. സ്ഥിരതയോടെ ഓടണം. നമുക്ക് മുമ്പിലൊരു ഓട്ടമുണ്ട്. നാം ഓട്ടക്കളത്തിലാണ്. ഹല്ലേലൂയ. നാം ഓടുകയാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. നാം അവിടെ എത്തണം. പൗലോസ് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആമേൻ. ഓട്ടം തികച്ചു. എന്തൊരു വാക്കാത്.
ഓട്ടം തികയ്ക്കണം. നമ്മുടെ മുമ്പിലും നമുക്കും ഒരു ഓട്ടമുണ്ട്. നാമും ഓടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസ ജീവിതത്തിൽ നാം ഇന്നൊരു ഓട്ടക്കളത്തിലാണ്. ഹല്ലേലൂയ. നമ്മോട് കൂടെ ഒത്തിരി പേര് ഓടുന്നുണ്ട്. പലരും ഇടറി വീഴുമ്പോൾ നാം ട്രാക്കിലാണോ എന്ന് നാം എന്നും പരിശോധിക്കണം. ഹല്ലേലൂയ. നാം ഓടിക്കൊണ്ടിരിക്കണം. സ്ഥിരതയോടെ ഓടണം, വേഗതയോടെ ഓടണം, ഒന്നാമതാകാനായി ഓടണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാനത് പറയുമ്പോൾ ഒരു ജോയുടെ സ്പിരിറ്റ്, സ്പിരിറ്റ് ഓഫ് ജോയ്, സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കുകയാണ്. നാം സ്ഥിരതയോടെ ഓടണം. സ്ഥിരതയോടുകൂടെ നമ്മുടെ ഓട്ടം സ്ഥിരതയുള്ളതാണോ എന്ന് പരിശോധിക്കണം. ഓരോ ദിവസവും നമുക്ക് വീഴ്ചകൾ വരാറുണ്ട്, ഇടറിപ്പോകാറുണ്ട്. നമ്മുടെ വാക്കിൽ നാം ഇടറാറുണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷെ നാം പരിശോധിക്കണം, ഇന്ന് എനിക്ക് നല്ലതുപോലെ ഓടാൻ പറ്റിയോ? ഹല്ലേലൂയ. നമ്മുടെ വേഗത കുറയ്ക്കുന്ന 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഒന്ന്, സകല ഭാരം, എവ്രി വെയിറ്റ്, സകല ഭാരം, നാളെക്കുറിച്ചുള്ളത്, ഭാവിയെക്കുറിച്ചുള്ളത്, മക്കളെക്കുറിച്ചുള്ളത്, ജോലിയെക്കുറിച്ചുള്ളത്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, നാളെ എന്തായിത്തീരും, ഇങ്ങനെ തുടങ്ങിയുള്ള ഭാരങ്ങൾ. ഹല്ലേലൂയ. മുറുകെ പറ്റുന്ന പാപങ്ങൾ, എത്ര കുടഞ്ഞിട്ടും വിട്ടുമാറാൻ നിൽക്കുന്ന പാപ സ്വഭാവങ്ങൾ, ചില രഹസ്യ പാപങ്ങൾ, അതെല്ലാം ഇന്ന് നാം കർത്താവിന്റെ സന്നിധിയിൽ കൊടുക്കുകയാണ്. നാം ഹിപ്പോക്രിറ്റ് ആകരുത്, കപടഭക്തിക്കാരാകരുത്. കപടം, നമുക്ക് വിശ്വാസം അഭിനയിക്കാൻ പറ്റും, ക്രിസ്തീയ ജീവിതം അഭിനയിക്കാൻ കഴിയും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, എനിക്ക് അഭിനയിക്കണം, ജീവിച്ചാൽ മതി. ഉള്ളതുപോലെ ജീവിക്കാൻ കഴിയണം. 2 സഭയിലും വീട്ടിലും ഒരു മുഖം, എന്നാൽ പുറത്ത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, ജോലി സ്ഥലങ്ങളിൽ, മറ്റു മേഖലകളിലെല്ലാം മറ്റൊരു മുഖവുമായിട്ട് ജീവിക്കരുത്. അങ്ങനെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണിത്. ജീവിക്കരുത്. ഇനി അങ്ങനെ ജീവിക്കാതിരിക്കാനായിട്ട് സ്വതവേ പറ്റുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ ഇന്ന് മുതൽ തീരുമാനിക്കുകയാണ്, ഞാൻ ഇനി ഒരൊറ്റ ജീവിതമേ ജീവിക്കത്തുള്ളൂ, എനിക്ക് മറ്റതെല്ലാം വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ തന്നെ നിങ്ങളതിൽ വീണുപോകും. പക്ഷേ ഭയങ്കര കണ്ണിങ്ങാണ്. അവന് ആയുധങ്ങളൊന്നുമില്ല. വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. സകല ആയുധ വർഗങ്ങളെയും, അവൻ്റെ ആർസിനലിലുള്ള, അവൻ്റെ കയ്യിലുള്ള ആ ആയുധങ്ങളുടെ അതെല്ലാം ക്രൂശിൽ അടിയറ വയ്പ്പിച്ചു. അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി കഴിഞ്ഞു. ഇനി നമ്മൾ അവനെ ജയിക്കുകയല്ല, നമ്മൾ ആഘോഷിക്കുകയാണ്. പക്ഷേ പിശാചിന്റെ കയ്യിൽ ഒത്തിരി തന്ത്രങ്ങളുണ്ട്. അവൻ തന്ത്രശാലിയാണ്. യേശു പറഞ്ഞു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു. അത് പിശാചിനെ പറ്റിയാ പറയുന്നത്. അവന്റെ പേര് ഈ ലോകത്തിന്റെ പ്രഭു എന്ന് തന്നെയാണ്. നാം ജീവിക്കുന്ന ഈ ഭൂമിയുടെ ലോർഡ്ഷിപ്പ് അത് പിശാചാണ്. എന്നാൽ അവനൊരിക്കലും അവന്റെ പൂർണ്ണതയിലൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം സഭ ഇവിടെ ഉള്ളതുകൊണ്ട്, പരിശുദ്ധാത്മാവ് ഇവിടെ ഉള്ളതുകൊണ്ടും നരകത്തിന് മുഴുവനുമായി ഇവിടെ വ്യാപരിക്കാൻ കഴിയില്ല. ആമേൻ. ഹല്ലേലൂയ. നരകത്തിന്റെ വ്യാപാരം ഈ ഭൂമിയിലുണ്ട്. പലരും അതിനകത്തായിപ്പോയി കുടുങ്ങിപ്പോയവരുണ്ട്. ലോകക്കാർ അതിനകത്തായിരിക്കുമ്പോൾ തന്നെ നാം ക്രിസ്തുവിലായിരിക്കുന്ന നാമും പല മേഖലയിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. നാം അറിയാതെ, ആരോടും നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയാതെ, ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിഗ്നിറ്റിയൊക്കെ പോകുന്ന ഒരു കാര്യങ്ങളുള്ള രഹസ്യത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. കുടുംബജീവിതത്തിൽ,
വ്യക്തിപരമായ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ, ബന്ധങ്ങളിൽ, ആമേൻ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും രഹസ്യത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, രഹസ്യത്തിൽ പുറത്തു പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടി ഉള്ളിൽ നീറിക്കൊണ്ട് ഞെരുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനിയാണോ നീ? ക്രിസ്ത്യാനിയാണോ നിങ്ങൾ? കർത്താവിന് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. അവൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അങ്ങനെ ജീവിക്കാതിരിക്കുവാൻ. അതിനകത്ത് നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. താങ്ക് യു ജീസസ്. ചില രഹസ്യ മേഖലകൾക്കകത്ത് ഒരു സറണ്ടറിങ്ങിന്റെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഹിപ്പോക്രസി കർത്താവ് സകലതും കാണുന്നുണ്ട്. അവന് മുമ്പിൽ സകലതും നഗ്നവും മലർന്നും കിടക്കുന്നുവെന്നാണ് വചനം പറയുന്നത്. ദൈവത്തിന്റെ വചനത്തിനെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണ്. ഇരുവായി തലയുള്ള വാളാണത്. അസ്ഥി മജ്ജകളെ വരെ തുളച്ചു ചെല്ലുന്നതാണ്. ഹൃദയത്തിന്റെ നിരൂപണങ്ങളെപ്പോലും ആരായുന്നതാണ്. അവന്റെ കണ്ണിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലതും നഗ്നവും മലർന്നും കിടക്കുകയാണ്. നമുക്കൊരിക്കലും ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല. ആമേൻ. ദൈവത്തെ കബളിപ്പിക്കുവാൻ കഴിയില്ല. കർത്താവിന്റെ സന്നിധിയിൽ നാം എങ്ങനെ ആയിരിക്കുന്നോ അങ്ങനെ തന്നെ വരണം. മുടിയനായ പുത്രൻ മടങ്ങി വരുമ്പോൾ അവൻ പന്നിയുടെ ഇടയിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അവൻ മടങ്ങി വരുമ്പോൾ പറയുന്നൊരു വാക്കുകളുണ്ട്. എന്തുവാ? ഞാൻ നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഇനി യോഗ്യതയില്ല. അവന് മനസ്സിലായി, അവന്റെ യോഗ്യതയെല്ലാം കൊണ്ട് കളഞ്ഞിട്ടാ പുള്ളി വരുന്നത്. പക്ഷെ നമ്മുടെ അപ്പന്റെ സ്വഭാവവും കൂടെ അവിടെ വിവരിക്കുന്നുണ്ട്. എന്തു പ്രശ്നമായിക്കോട്ടെ, ഇത്ര വർഷമായി കർത്താവിനെ അറിഞ്ഞിട്ട് അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഇനി എങ്ങനെ പറയുമെന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? അതുമായിട്ട് വാന്നേ, അതൊന്നും പ്രശ്നമില്ല. അപ്പൻ ഒരിക്കലും നിങ്ങളെ ബോയ്ക്കോട്ട് ചെയ്യത്തില്ല, നിങ്ങളെ തള്ളിക്കളയത്തില്ല. ആമേൻ. ദൈവം ഒരിക്കലും നമ്മെ തള്ളിക്കളയില്ല. മനുഷ്യൻ തള്ളിക്കളയുമായിരിക്കും, മനുഷ്യൻ വിധിക്കുമായിരിക്കും, മനുഷ്യൻ നമ്മെ പറ്റി ചിലത് പറയുമായിരിക്കും. പക്ഷെ ദൈവം നമ്മെ പറ്റി ഒന്നും പറയില്ല. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ജീവിതം മതിയാക്കി ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് തിരിഞ്ഞാട്ടെ. അയ്യോ, ഇവരെന്ത് വിചാരിക്കും? ഞാൻ ഇത്രയും നാളായി കർത്താവിനെ അറിഞ്ഞിട്ട് എനിക്ക് ഇന്ന പ്രശ്നമുണ്ടെന്ന് ഇവരറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എനിക്ക് അങ്ങനെ മാർക്കിടും. ഹൂ കേഴ്സ്? എനിക്ക് വിടുതൽ വേണം. എനിക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കണം. ഇങ്ങനെ ഇറുകി ഞെരുങ്ങി നീറിയൊരു ജീവിതം എനിക്ക് വേണ്ട. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? കർത്താവ് അങ്ങനെയുള്ളവരെ ഇന്ന് തൊടുന്നു. കർത്താവ് അങ്ങനെയുള്ളവരെ വിടുവിക്കാൻ റെഡിയാണ്. കർത്താവ് അക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് തിരിഞ്ഞാട്ടെ. നിങ്ങളെ ചില രോഗങ്ങൾ ഇതെല്ലാം കണക്ട് ചെയ്താ നിൽക്കുന്നത്. നിങ്ങൾ ആരെയൊക്കെയോ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്തിനാ? മനുഷ്യരെ പ്രസാദിപ്പിക്കേണ്ട. മാനുഷിക ഭയം അതൊരു കെണിയാണ്. സത്യത്തിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണം ഭയമാണ്. ആമേൻ. മാനുഷിക ഭയമാണ് നാം അവരെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇവരെന്ത് വിചാരിക്കും? ഇവരെ പ്രസാദിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ വേണ്ടെന്നേ. ഹോളി സ്പിരിറ്റ്, ഞാൻ ആരോടൊക്കെയോ സംസാരിക്കുന്നു. മനുഷ്യരുടെ പ്രസാദം വേണ്ട. മാനുഷിക ഭയങ്ങൾ മാറിപ്പോകട്ടെ. ചില കെണികൾ, അങ്ങനെ കിടക്കുന്ന കെണികൾ ഇന്ന് മാറട്ടെ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം, ദൈവപ്രസാദമുള്ള ഒരു ജീവിതം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. സ്വർഗം തുറന്ന് പിതാവായ ദൈവം യേശുവിനെ സാക്ഷീകരിക്കുകയാണ്. ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ നോക്കി അങ്ങനെ പറയണം. നമ്മെ നോക്കി അങ്ങനെ പറയണം. ഹല്ലേലൂയ. നമ്മിൽ പ്രസാദിക്കണം. ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നാം ജീവിക്കേണ്ട ആവശ്യമുണ്ട്. മനുഷ്യരെ പ്രസാദിപ്പിക്കേണ്ട. അവരെന്തു വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, അവരെന്ത് മാർക്ക് വേണമെങ്കിലും ഇട്ടോട്ടെ. ചില രഹസ്യമായ മേഖലകളെ ഇന്നൊന്ന് താഴെ വയ്ക്കാമോ? കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് വയ്ക്കാമോ? കർത്താവ് ഇന്ന് നമ്മെ വിടുവിക്കുവാൻ തുടങ്ങുകയാണ്. അങ്ങനെയുള്ള ചില പാപങ്ങൾ, രഹസ്യ പാപങ്ങളെല്ലാം ഇന്ന് അടർന്നു വീഴുകയാണ്. യെസ്.
അടർന്നു മാറുകയാണ്, അറ്റുമാറുകയാണ്. ചില വേരുകൾ, ചില പാരമ്പര്യമായി വന്ന ചങ്ങലകളെല്ലാം പൊട്ടിമാറുകയാണ്. ആ ബാഗുകളെല്ലാം ഇന്ന് ഊരി താഴെ വിട്ട് നിങ്ങൾ സ്വതന്ത്രരാകുകയാണ്. ഹല്ലേലൂയ! നിങ്ങൾ ഫ്രീ ആകുകയാണ്. ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു കിളി, അത് പക്ഷി, അതിനെ നമ്മൾ തുറന്നു വിടുമ്പോൾ അത് ഉയരങ്ങളിലേക്ക് പറന്നു പോകുന്നത് പോലെ ആത്മതലങ്ങളിലേക്ക് ഉയരുന്ന, ഹല്ലേലൂയ, ആത്മാവിൽ ഉയർന്ന തലങ്ങളിലേക്ക്, ഉയർന്ന നിലവാരങ്ങളിലേക്ക്, ഹയർ റെലംസിലേക്ക് കയറുന്ന, ഇന്ന് ചിലത് അങ്ങനെ സംഭവിക്കുകയാണ്. നിങ്ങളുടെ കേജുകളെല്ലാം ഇന്ന് പൊട്ടിമാറുകയാണ്. കേജുകൾ, യെസ്, കേജുകൾ റാമാന ഹസ്യാന്തന ദലക്കട്ടി വരസ്തി, കേജുകൾ പൊട്ടിമാറി ഉയരങ്ങളിലേക്ക് പറക്കുവാൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഉയരങ്ങളിലേക്ക് പറക്കുവാൻ. ഹല്ലേലൂയ! ഉയരങ്ങളിലേക്ക് പറക്കുവാൻ. ചില കേജുകളെല്ലാം, നിങ്ങളുടെ ലിമിറ്റേഷൻ, പരിമിതികളെല്ലാം ഇന്ന് പൊട്ടിമാറുകയാണ്. മത്തായി സുവിശേഷം 12:33 ഇങ്ങനെയാണ് പറയുന്നത്. മത്തായി 12:33, ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലായെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. ഫലം കൊണ്ടല്ലോ വൃക്ഷത്തെ അറിയുന്നത്. ഹല്ലേലൂയ! എനിക്ക് എന്നെ നല്ലതുപോലെ അറിയാം. എനിക്ക് എന്നെ നല്ലതുപോലെ അറിയാം. അതുപോലെ തന്നെ ദൈവത്തിനും എന്നെ നല്ലതുപോലെ അറിയാം. കാരണം അവന്റെ മുമ്പിൽ സകല നഗ്നവും മലർന്നു കിടക്കുകയാണ്. അതുപോലെ തന്നെ പിശാചിനും എന്നെ നല്ലതുപോലെ അറിയാം. ആമേൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 4-ാം അധ്യായം നമുക്ക് വളരെ സുപരിചിതമായൊരു കാര്യമാണ്. അവിടെ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പോവുകയാണ്. ആത്മാവ് അവനെ മരുഭൂമിയിൽ കൊണ്ടുപോയി 40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു. പരീക്ഷ കഴിഞ്ഞു. അതിനുശേഷം ആ 13-ാമത്തെ വാക്യം, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. അവിടെ ഈ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഓപ്പർച്യൂൺ ടൈം എന്ന്, അനുയോജ്യമായ അല്ലെങ്കിൽ തക്കതായ ഒരു അവസരം കിട്ടുന്നത് നോക്കി, തക്കം നോക്കി വിട്ടുമാറി. ആമേൻ. പിശാചിന്റെ ക്രൂക്കഡ്നെസ് അവിടെ പറയുന്നത്, നിങ്ങൾ അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. നമ്മളോട് പറയുകയാണ്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. നമുക്കറിയാന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ! ഓപ്പർച്യൂൺ ടൈം, അനുയോജ്യമായ സമയം, തക്ക സമയം നോക്കി ഇതുപോലുള്ള മേഖലകൾ, അതാ പറഞ്ഞ എനിക്ക് നല്ലതുപോലെ അറിയാം. എൻ്റെ കുറവുകൾ, എൻ്റെ രഹസ്യ സ്വഭാവങ്ങൾ, പാപങ്ങൾ, എൻ്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ വിശുദ്ധമായി ഞാൻ സൂക്ഷിക്കേണ്ടത് എൻ്റെ രഹസ്യ ജീവിതമാണ്. ആമേൻ. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നാം എത്രത്തോളം വിശുദ്ധിയുള്ളവരാണോ അതിനേക്കാൾ അത്രത്തോളം പവർഫുൾ ആയിരിക്കും നാം പരസ്യ ജീവിതത്തിൽ. ആമേൻ. അത്രത്തോളം ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും, അത്രത്തോളം ഞാൻ ക്രിസ്തുവിനെ പോലെ ആയിക്കൊണ്ടിരിക്കും എന്റെ പരസ്യമായ ഇടപെടലുകളിൽ. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. ഹല്ലേലൂയ! നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ
ഫലങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ചാൽ അറിയാം നാം എത്രത്തോളം കർത്താവിനെ പോലെ ആയെന്ന്. ഇതൊക്കെ സ്വയം അനലൈസ് ചെയ്യാനുള്ളതാണ്. നമ്മൾ ആരെ മാർക്കിടരുത്. വചനം അതിന് ആരെയും അനുവദിക്കുന്നില്ല. പക്ഷെ എനിക്ക് എന്നെ മാർക്കിടാം. അതാ കർത്തൃമേശയിലൊക്കെ പറയുമ്പോൾ നിങ്ങൾ സ്വതവേ വിധിക്കുക. ആമേൻ. കർത്തൃമേശയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ബന്ധങ്ങളെല്ലാം പരിശോധിക്കണം. ക്രിസ്തുവിന്റെ ശരീരത്തെ നമ്മൾ ശോധന ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കണം. ഞാൻ എന്നെ വിധിക്കണം. എനിക്ക് വേറെ ആരും വിധിക്കാൻ അനുവാദമില്ല, അധികാരമില്ല. പക്ഷെ എനിക്ക് എന്നെ വിധിക്കാം. ഞാൻ എന്നെ ദിനം പ്രതി വിധിച്ചുകൊണ്ടിരിക്കണം. എത്രത്തോളം ഫലം ഞാൻ പുറപ്പെടുവിക്കുന്നുണ്ട്, എവിടെയെല്ലാം ക്രിസ്തു വെളിപ്പെടുന്നുണ്ട്, എവിടെയെല്ലാം ജഡം സ്വയം വെളിപ്പെടുന്നുണ്ടെന്നുള്ള അളവനുസരിച്ച് നാം തൂക്കി നോക്കണം. ഞാൻ എത്രത്തോളം ക്രിസ്തുവിനെ പോലെയായി. ഓരോ ദിവസവും സാഹചര്യം ഒരുപോലെയല്ല. ആമേൻ. അത് തക്ക സമയം നോക്കി പിശാച് സാഹചര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത്, കാരണം ഈ ലോകത്തിന്റെ പ്രഭു അവനാകയാൽ, നമ്മുടെ അകത്ത് ദേഷ്യമുണ്ടെങ്കിൽ നാം വാഹനം ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള വ്യക്തികളുടെ ഡ്രൈവിംഗ് നമ്മെ ഇറിറ്റേറ്റ് ചെയ്യും. അത് നമ്മുടെ അകത്തിരിക്കുന്ന ദേഷ്യത്തെ പുറത്തെടുക്കും. അന്നത്തെ ദിവസം നമ്മൾ ആ ദേഷ്യത്താൽ നിറഞ്ഞിരിക്കും. പിശാച് ജയിച്ചു. കാരണം എൻ്റെ അകത്തിരുന്ന ദേഷ്യം അത് ട്രിഗർ ആയപ്പോൾ ആ പാപ സ്വഭാവം, ആ ജഡസ്വഭാവം, ആ ആദാമ്യ സ്വഭാവം എന്നിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ, ആ പഴയ മനുഷ്യന്റെ സ്വഭാവം എന്നിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ ഞാൻ തോറ്റുപോയി. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം ഞായറാഴ്ച ജീവിക്കുവാനുള്ള ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം എല്ലാ ദിവസവും ജീവിക്കുവാനുള്ള ജീവിതമാണ്. ആമേൻ. ക്രിസ്തീയ ജീവിതം പരിശോധിക്കേണ്ടത് ഞായറാഴ്ചയല്ല. ശനിയാഴ്ച രാത്രി ആകുമ്പോഴേക്കും കർത്താവേ എന്നെ സഹായിക്കണേ, ഞാൻ ഇന്നതൊക്കെ ചെയ്തെന്ന് പറയുന്നതല്ല ക്രിസ്തീയ ജീവിതം. അല്ല. ഇനി കർത്തൃമേശയുള്ള ഒരു ദിവസം വരുമ്പോൾ ആ ദിവസത്തേക്ക് നാം ഒരുങ്ങുന്ന ഒരു ഒരുക്കമല്ല ക്രിസ്തീയ ജീവിതം. അതിനുവേണ്ടിയുള്ള ഒരു പരിശോധനയല്ല എന്ന് നടത്താനുള്ളത്. എല്ലാ ദിവസവും നാം നമ്മെ ശോധന ചെയ്യണം. എല്ലാ ദിവസവും നാം നമ്മെ വിധിക്കണം. നിങ്ങൾ ഫലം പുറപ്പെടുവിക്കണം. നിങ്ങളുടെ ഫലം കൊണ്ട് നിങ്ങൾ ആരാണെന്ന് അറിയാൻ കഴിയും. ഹല്ലേലൂയ. വചനം പറയുന്നുണ്ട് നാം ക്രിസ്തുവിൻ പത്രങ്ങളാണ്. എന്താണ് പത്രം? പത്രം വായിച്ചെടുക്കാൻ കഴിയുന്നത് പോലെ നമ്മെ വായിച്ചെടുക്കാൻ കഴിയും. അത് നമ്മുടെ സ്വഭാവം കൊണ്ടാണ്. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്ന സമയത്ത് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ സംസാരവും നീ യേശുവിന്റെ ശിഷ്യനാണെന്ന് തെളിയിക്കുന്നു. 3.5 വർഷത്തോളം യേശുവിന്റെ ഒപ്പം നടന്ന പത്രോസിന്റെ സംസാരം അത് യേശുവിന്റെ സംസാരം പോലെ ആയി. അവൻ പത്രമായി. അവൻ അറിഞ്ഞില്ല, പക്ഷെ അവൻ യേശുവിനെ തള്ളിപ്പറയുകയായിരുന്നു. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. നാം ആയിരിക്കുന്ന മേഖലയിൽ, യാത്രകളിൽ ലജ്ജ കൂടാതെ യേശുവിനെ നാം വെളിപ്പെടുത്തണമെന്ന്. ഇത് ഹൈ ടൈമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. കാപട്യമുള്ള ജീവിതങ്ങൾ വീണുപോകും. കപടഭക്തിക്കാർ അവരുടെ ജീവിതം നീക്കും. ഞാൻ വീണ്ടും ആത്മാവിൽ പറയുകയാണ്, ഒരു പുതിയ സീസൺ ആരംഭിക്കുകയാണ്. ഒരു വചനം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടിത്തീയിലിടുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടിത്തീയിലിടുന്നു. എന്നിട്ട് 21 പറയുന്നത് ഇങ്ങനെയാണ്: എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും
നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. എന്നാൽ അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. ശുശ്രൂഷയും ജീവിതവും രണ്ടായിട്ട് കൊണ്ടുപോകുന്ന വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ ഇടറി വീഴും. ശുശ്രൂഷയും ജീവിതവും രണ്ടായിട്ട്. ശുശ്രൂഷ നോക്കിയാൽ അതുമായി ജീവിതത്തിന് ഒരു ബന്ധവുമില്ല. ജീവിതം നോക്കിയാൽ ശുശ്രൂഷ കാണുമ്പോൾ ഇതെങ്ങനെ? അങ്ങനെയുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള കപടഭക്തിക്കാർ, കാപട്യക്കാർ, ഹിപ്പോക്രിറ്റുകൾ ഈ സീസണിൽ, ഈ കാലഘട്ടത്തിൽ ഇടറി വീഴും. ഹല്ലേലൂയ. എന്നാൽ അപ്പോൾ തന്നെ വേറൊരു തലമുറ എഴുന്നേൽക്കാൻ പോവുകയാണ്. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിച്ചു. അന്ന് യേശു പറയും, ഞാൻ അറിഞ്ഞ എന്റെ മക്കളെ, നീതി പ്രവർത്തിക്കുന്നവരെ എന്റെ അടുക്കലേക്ക് വാ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അത് ആ വിളിക്കുന്നത് യജമാനൻ ഇല്ലാതിരിക്കുന്ന സമയത്തും നല്ല വേല ചെയ്ത ദാസനെ നോക്കിയാണ് ആ പേര് വിളിച്ചത്. ഹോ, ഇന്ന് മാനസാന്തരപ്പെടണം. ക്രിസ്തീയ ജീവിതം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫും നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫും രണ്ടായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഹൈ ടൈം. ഹല്ലേലൂയ. നിങ്ങൾ ഇടറി വീണു പോകും. അങ്ങനെ ഒരു സീസൺ അവസാനിക്കാൻ പോവുകയാണ്. എന്നാൽ ജീവിതവും ശുശ്രൂഷയും ആത്മീകവുമെല്ലാം ഒരുപോലെ ഇരിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു തലമുറയെ കർത്താവ് വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ശേഷിപ്പ്, അന്ത്യകാലത്തിന്റെ ഒരു ശേഷിപ്പ്. ഞാൻ വീണ്ടും പറയുന്നു, അന്ത്യകാലത്തിന്റെ ഒരു ശേഷിപ്പ് അത് എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. അത് ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന, ജീവിതവും ശുശ്രൂഷയും ഒന്നായിരിക്കുന്ന ഒരു തലമുറ. അവർക്ക് ഒളിക്കാനൊന്നുമില്ല, അവർക്ക് മറയ്ക്കാനൊന്നുമില്ല. അവരുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ ആയിരിക്കും. ആത്മാവ് ഖേദിക്കുന്നുണ്ട്, ആത്മാവ് ദുഃഖിക്കുന്നുണ്ട്. പലരെയും നോക്കി പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നുണ്ട്. പലരുടെയും ജീവിതം അവനെ വേദനിപ്പിക്കുന്നുണ്ട്. നല്ലൊരു പുതിയ തലമുറ എഴുന്നേൽക്കാൻ തുടങ്ങുകയാണ്. ഒരു പുതിയ തലമുറ എഴുന്നേൽക്കുന്നു. അവർക്ക് രഹസ്യമെന്നോ പരസ്യമെന്നോ ഒന്നില്ല. അവർക്ക് ക്രിസ്തു മാത്രം. അവർ രഹസ്യത്തിലായിരിക്കുമ്പോഴും പരസ്യത്തിലായിരിക്കുമ്പോഴും ക്രിസ്തു മാത്രം. അങ്ങനെ ഒരു തലമുറ എഴുന്നേൽക്കുന്നു. അവരെ കർത്താവ് ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അവരെ പുറത്തു കൊണ്ടുവരുന്ന സമയമാണ്. അവർ പുറത്തു വരാൻ തുടങ്ങുകയാണ്. വളരെ ശക്തിയോടുകൂടെ. അവർ വാക്കിനകത്തല്ല, ജ്ഞാനത്തിലല്ല, ശക്തിയാലും ലിബാന ആത്മാവോടും ശക്തിയോടും കൂടെ അന്ത്യകാലത്ത് വാക്കിലും ശക്തിയിലും വാക്കിലും പ്രവൃത്തിയിലും ശക്തന്മാരായ പ്രവാചകന്മാരായി, അപ്പോസ്തലന്മാരായി അങ്ങനെ ഒരു സീസൺ വരാൻ പോവുകയാണ്.
അങ്ങനെ ഒരു കാലഘട്ടം തുറക്കുകയാണ്. ഒന്ന് അവസാനിച്ച് മറ്റതൊന്ന് തുടരുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരാളാണോ? അല്ല, നിങ്ങൾ പലതും കണ്ട് മടുത്തിരിക്കുന്ന ഒരാളാണോ? ഞാൻ നിങ്ങളോട് പറയുകയാണ്, അത് ഇനി നോക്കണ്ട. കർത്താവ് പുതിയത് സ്ഥാപിക്കാൻ പോവുകയാണ്. വാക്കിലല്ല, ജ്ഞാനത്തിലല്ല, അതൊന്നും ജീവിതത്തിൽ. ജീവിതം ക്രിസ്തുവിനെ പോലെ ആയ വ്യക്തികൾ, കുടുംബങ്ങൾ കർത്താവ് അന്ത്യകാലത്ത് എഴുന്നേൽപ്പിച്ച് ഒരു ഉണർവിന്റെ താക്കോൽ, ഒരു ഉണർവിന്റെ അഗ്നി, ചിലത് കത്തിക്കുവാൻ, ചില രാജ്യങ്ങളെ കത്തിക്കുവാൻ ഉറാമാന സാന്റാനിയ കർത്താവ് അങ്ങനെ ഒരുങ്ങുകയാണ്. അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. അതിനുവേണ്ടി കർത്താവ് തയ്യാറെടുപ്പുകൾ ചെയ്യുകയാണ്. ചിലരെ അങ്ങനെ അവൻ ഒരു കഴുകൻ പാറ ഇടുക്കിൽ ഒളിച്ചിരുന്ന് അവന്റെ ചിറകുകളെല്ലാം വിടർത്തിയെടുക്കുന്നത് പോലെ, മുളപ്പിച്ചെടുക്കുന്നത് പോലെ, അങ്ങനെ ചിലരെ പരിശുദ്ധാത്മാവ് രഹസ്യ സ്ഥലത്തിൽ സൂക്ഷിച്ച് വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തന്മാരായവർ, ഫലമുള്ളവർ. നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നത് കൊണ്ട് പിതാവായ ദൈവം സന്തോഷിക്കും, പിതാവായ ദൈവം മഹത്വപ്പെടും. ഹല്ലേലൂയ. ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് ആരോടൊക്കെയോ സംസാരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ചില പാപ സ്വഭാവങ്ങളെല്ലാം അടർന്നു വീഴുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവം കണ്ടിരിക്കുന്ന വ്യക്തികൾ അവരുടെ ഈ രഹസ്യമായ ജീവിതത്തിൽ വളരെ കഷ്ടപ്പെടുന്ന ചിലരുണ്ട്. ഞാൻ അവരോട് പറയുകയാണ്, നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ട്. 400 സംവത്സരം ഇസ്രായേൽ മക്കൾ മിസ്രൈമ്യർക്ക് അടിമകളായിരുന്നു. അന്നെല്ലാം അവർ നിലവിളിക്കുന്നുണ്ട്. പക്ഷേ 400ാമത്തെ സംവത്സരമാണ് ദൈവം പറയുന്നത് മോശയോട്, ഞാൻ അവരുടെ നിലവിളി കേട്ടു, ഞാൻ അവരുടെ കഷ്ടത കണ്ടു. ഇത് അങ്ങനെ ഒരു സീസണാണ്. ദൈവത്തിന്റെ സമയമായിരിക്കുന്നു. നിങ്ങളായിരിക്കുന്നത് ആ കഷ്ടത നിങ്ങളെ ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ നിങ്ങൾ അതിനെ ജയിച്ചുകൊണ്ട്, ചിലത് അറ്റുമാറി സ്വതന്ത്രരായിക്കൊണ്ട്, റാബാന ഹസാന, ഒരു റിസറക്ഷൻ ചിലർക്ക് ദൈവം ഇപ്പോൾ തരികയാണ്. ലമന ധനയ നഗദാൻ, ചിലതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് കർത്താവ് തരികയാണ്. നിന്നിടത്ത് നിന്നുകൊണ്ട്, ചിലത് നിന്നുപോയി, അവിടെ നിന്നുകൊണ്ട് ചിലത് കർത്താവ് തുടങ്ങാൻ പോകുന്നു. താങ്ക് യു ജീസസ്. ഞാൻ ആരോടൊക്കെയോ സംസാരിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നിങ്ങൾ, ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എവിടെയെങ്കിലും കണക്ട് ചെയ്യാൻ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. ക്രിസ്തീയ ജീവിതം അത് രഹസ്യം പരസ്യമെന്നൊന്നില്ല, ഒന്ന് മാത്രമേ. ജീവിതമാണത്. രഹസ്യത്തിലും പരസ്യത്തിലും ഒന്ന് തന്നെയാണ്. യെസ്, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എന്നാൽ നിങ്ങളെ ദൈവം തൊടുകയാണിപ്പോൾ. നിങ്ങളെ ദൈവം കണ്ടിരിക്കുകയാണ്. ചില കൈമാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ചില ഇമ്പാർട്ടേഷനുകൾ സംഭവിക്കുകയാണ്. ചില നുകങ്ങൾ മാറുകയാണ്. കർത്താവിനേക്കാൾ വലുതല്ല ഈ ഭൂമിയിലുള്ളത് ഒന്നും. അങ്ങനെ ആയി മാറുകയാണ് ചിലത്. ആ സ്നേഹത്തിൽ നിങ്ങൾ പിടിക്കപ്പെടുമ്പോൾ ചിലത് മറഞ്ഞു വീഴുന്നു, അറ്റുമാറുന്നു, വിട്ടുമാറുന്നു. ഇപ്പോൾ തന്നെ താങ്ക് യു പിതാവ്. നന്ദി പിതാവേ. കർത്താവേ, ഞങ്ങളോട് അങ്ങ് സംസാരിച്ചിരിക്കുന്ന ഈ വാക്കുകളെല്ലാം ഞങ്ങളിപ്പോൾ സ്വീകരിക്കുകയാണ്. ഞങ്ങളുടെ ആത്മതലങ്ങളിലേക്ക് അത് റിലീസ് ചെയ്തതിന് നന്ദി. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന
വ്യക്തികളെ, സ്ഥലങ്ങളെ എല്ലാം ഞാനിപ്പോൾ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനാൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. യെസ്, മുറുകെ പറ്റുന്ന പാപങ്ങൾ ഇന്ന് മാറുകയാണ്. ഭാരങ്ങൾ അത് എടുത്തു മാറ്റുകയാണ്. നിങ്ങൾക്കിനി അത് വിടാൻ പറ്റും, വിട്ട് ഓടാൻ പറ്റും. ഇനി നിങ്ങൾക്കതിന് കഴിയുമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. ഇനി നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് ട്രൈ ചെയ്തോ. നിങ്ങൾക്കിനി കഴിയും. സ്ഥിരതയോടെ ഒരു ഓട്ടം, സ്ഥിരതയില്ലാത്ത ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ, നിങ്ങൾ സ്ഥിരതയുള്ളവരാകാൻ പോവുകയാണ്. നിങ്ങൾക്ക് സ്ഥിരത തരുവാൻ പോവുകയാണ്. ഇറങ്ങിയും കയറിയും വീണും എണീറ്റും തോറ്റും ജയിച്ചും അങ്ങനെ ഒരു ജീവിതത്തിലുള്ളൊരു ക്രിസ്തീയ ജീവിതം ഇനി വേണ്ട. പറഞ്ഞോ, ആത്മാവ് അതെല്ലാം ഒപ്പുവയ്ക്കുകയാണ്. ചിലത് ഡിക്ലെയർ ചെയ്തോട്ടെ. റാകല ബറാകല സനാകല. നിങ്ങളത് എന്ത് ഇപ്പോൾ പറയുന്നു അങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതമായി മാറാൻ പോവുകയാണ്. യെസ്, നിങ്ങളുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒന്നാകാൻ തുടങ്ങുകയാണ്. ബറാനിയ ബലാർത്ത ബനസ്ത ചുടബലബല. ചില തുറവികൾ സംഭവിക്കുന്നു. നുല്ലക്കറ്റമന സഞ്ജന. താങ്ക് യു ഫാദർ. അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. നിങ്ങൾ ജയാളികളാകട്ടെ. നിങ്ങളാൽ അനേകർ കർത്താവിനെ അറിയട്ടെ. നിങ്ങൾ സുവിശേഷമാകട്ടെ. നിങ്ങൾ വാക്കിംഗ് ഗോസ്പൽസ് ആയി മാറട്ടെ. നിങ്ങളുടെ അനേകം വിടുതലുകൾ നടക്കട്ടെ. രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. അങ്ങനെ ഗിഫ്റ്റുകളുടെ ഒരു ഇമ്പാർട്ടേഷൻ നിങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. യെസ്, എന്നെ കേൾക്കുന്ന നിങ്ങൾ രോഗികളാണെങ്കിൽ, നിങ്ങൾ രോഗമുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ കരങ്ങളിലേ ഒന്ന് വച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവേ, ഏത് രോഗമാണെങ്കിലും അത് നീ ക്രൂശിൽ വഹിച്ചതാണ്. ആ രോഗാത്മാവിനെ ഞാനിപ്പോൾ സ്വർഗത്തിന്റെ ഭൂമിക്ക് നാഥനും അധികാരിയുമായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറുക. ഏത് രോഗമായിക്കോട്ടെ, ആ രോഗാത്മാവ് ഇപ്പോൾ നിങ്ങളെ വിട്ട് മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്വസ്ഥമാകുക. താങ്ക് യു ജീസസ്. താങ്ക് യു ഫാദർ. താങ്ക് യു ഫാദർ. താങ്ക് യു ജീസസ്. പിതാവേ, അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഒരു ജനറേഷൻ എഴുന്നേൽപ്പിക്കുന്നു. നിങ്ങളും ആ ജനറേഷന്റെ ഭാഗമാണ്. So God bless you all. See you next time.